ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബയോ വേൾഡ്. നമ്മൾ ചെയ്യാൻ പോണത് ബോട്ടണി ഫസ്റ്റ് ചാപ്റ്ററിലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് അപ്ലിക്കബിൾ ടു സൈനോബാക്ടീരിയ. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് സൈനോബാക്ടീരിയയ്ക്ക് അപ്ലിക്കബിൾ ആവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് എഴുതണം. അതിൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ്, ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ, പ്രസൻസ് ഓഫ് പ്രൊമിനൻറ്റ് ന്യൂക്ലിയസ്, കംപ്ലീറ്റ്ലി ലാക്ക് ഓഫ് സെൽ വോൾ. ഈ നാലെണ്ണം തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ വരുന്നത് ബി ഓപ്ഷൻ, ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ. സൈനോ ബാക്ടീരിയയ്ക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അതാണ്. ബ്ലൂംസ് പൊല്യൂട്ടഡ് വാട്ടറിൽ, മലിനജലത്തിൽ ബ്ലൂംസ് ഉണ്ടാക്കുക, അതാണ് സൈനോ ബാക്ടീരിയയ്ക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ the first pair and fill up the blanks using appropriate terms. ഫസ്റ്റ് പെയറിൻ്റെ റിലേഷൻഷിപ്പ് നോക്കിയിട്ട് അതുപോലെ സെക്കൻഡ് പെയറിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടെത്തണം. അതിൽ എന്ന് പറയുന്നത് കാൾ ലിനിയേഴ്സ് ആണ്, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ RH വിറ്റേക്കർ ഏത് ക്ലാസിഫിക്കേഷനാണ് വരികയെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എന്തായാലും നോക്കണം കേട്ടോ. ഇനി അടുത്തത് ബി തെർമോ അസിറോഫൈൽസ്. തെർമോ അസിറോഫൈൽസിന് നമ്മൾ എക്സ്ട്രീം ഹീറ്റ് ആയിട്ടുള്ള ഭയങ്കര ചൂടുള്ള സ്ഥലത്താണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഹാലോഫൈൽസിന് എങ്ങനത്തെ സ്ഥലത്താണ് കാണാൻ സാധിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹാലോഫൈൽസിൻ്റെ നേരെ എക്സ്ട്രീം സോൾട്ട് എന്നാണ് എഴുതേണ്ടത്. അടുത്ത നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡയാറ്റംസ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻ ആർ യൂസ്ഫുൾ ടു അസ് ഈവൻ ആഫ്റ്റർ ദെയർ ഡെത്ത്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഡയാറ്റൻസ് എന്ന് പറയുന്ന സ്പീഷ്യസ് നമുക്ക് അതിൻ്റെ ഡെത്തിന് ശേഷം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗാനിസാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡയാറ്റൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഡയാറ്റമേഷ്യസ് എർത്ത് പോളിഷിങ്ങിനും ഫിൽട്രേഷനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഡെത്തിന് ശേഷം അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഫിൽ അപ്പ് ദ സെക്കൻഡ് പാർട്ടി ബൈ ഒബ്സർവിങ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ ഫസ്റ്റ് പാർട്ടി. ഫസ്റ്റ് ഇത് നോക്കിയിട്ട് ഓപ്ഷൻ നോക്കിയിട്ട് സെക്കൻഡാമത്തെ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലം നമ്മൾ ഫിൽ ചെയ്യണം. മൊനീറ എന്ന് പറയുന്നത് പ്രോകാരിയോട്ടാണ്. പ്രൊട്ടിസ്റ്റ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ വരെ യൂക്കാരിയോട്ട് എന്നാണ് കേട്ടോ. മൊനീറ പ്രോകാരിയോട്ടും പ്രൊട്ടിസ്റ്റ യൂക്കാരിയോട്ടും ആണ്. ഇനി ബി നോക്കാം. ബാക്ടീരിയ ലിവ് ഇൻ എക്സ്ട്രീം സോൾട്ടി ഏരിയ. ഡോൾട്ടി എല്ലാവരുടെ തെറ്റുമെന്നാണ്. സോൾട്ടി ഏരിയ ഉപ്പുള്ള സ്ഥലത്ത് ജീവിക്കണ ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഹാലോഫൈൽസ്. പിന്നെ ബാക്ടീരിയ ലിവ് ഇൻ മാഷി ഏരിയാസിൽ ലിവ് ചെയ്യണ ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് മെഥനോജൻസ് ആണ് കേട്ടോ. ബാക്ടീരിയ ലിവ് ഇൻ മാഷി ഏരിയാസ്, മെഥനോജൻസ്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ് ഓഫ് ദ ഫസ്റ്റ് സെൻറ്റൻസ് ആൻഡ് ഫിൽ ദ സെക്കൻഡ് വൺ. അതിൽ നമുക്ക് ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തെ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആർക്കി ബാക്ടീരിയ ഗ്രോയിങ് ഇൻ സോൾട്ടി ഏരിയാസ്. അത് ഹാലോഫൈൽസ് എന്ന് ഓർത്തുണ്ട്. അപ്പോൾ ആർക്കി ബാക്ടീരിയ ഗ്രോയിങ് ഇൻ ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കണ ആർക്കി ബാക്ടീരിയ ഏതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നത് തെർമോ അസിറോഫൈൽസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ബി നോക്കാം. ബി അസോസിയേഷൻ ഓഫ് ഫംഗസ് വിത്ത് ആൽഗെ. അതിന് നേരെ ലൈക്കൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അസോസിയേഷൻ ഓഫ് ഫംഗസ് വിത്ത് റൂട്ട്സ് ഓഫ് പ്ലാന്റ്. അതിൻ്റെ ആൻസർ പറഞ്ഞാൽ മൈക്കോറൈസ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫംഗസും പ്ലാന്റ്സിൻ്റെ റൂട്ട്സും തമ്മിൽ വരുന്ന റിലേഷൻ അസോസിയേഷൻ, ഫംഗസിൻ്റെ അസോസിയേഷൻ നമ്മൾ മൈക്കോറൈസ എന്നാണ് കേട്ടോ വിളിക്കുക. അത് വൺ വേർഡായിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. രാമു ഡിസൈഡഡ് ടു കൺസ്ട്രക്ട് എ ബയോഗ്യാസ് പ്ലാന്റ് ഇൻ ഹോം ഡ്യൂ ടു ദ റീസെൻറ്റ് ഹൈക്ക് ഇൻ ദ കോസ്റ്റ് ഓഫ് കുക്കിംഗ് ഗ്യാസ്. അപ്പോൾ കുക്കിംഗ് ഗ്യാസിൻ്റെ വില കൂടിയതായിട്ട് വന്നപ്പോൾ രാമു അവൻ്റെ വീട്ടിൽ ബയോഗ്യാസ് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിൽ നെയിം ദ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ്സ്. ആ പ്രോസസ്സിൽ ഏത് ബാക്ടീരിയയാണ് ഇൻവോൾവ്ഡ് ആയിരിക്കണമെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ വരെ മെഥനോജൻസ് എന്നാണ് കേട്ടോ. അതുപോലെ അപ്ലിക്കേബിൾ ആയിട്ടുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ബയോഗ്യാസിൽ വരുന്ന ഗ്യാസ് ഏതാണെന്നാണ്, ബാക്ടീരിയ ഏതാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ മെഥനോജൻ. അടുത്ത ഏഴാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ലൈക്കൻസ് ആർ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഫംഗി.
ലൈക്ക് എന്ന് പറയുന്നത് ആൽഗയുടെയും ഫംഗയുടെയും സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. അപ്പോൾ വാട്ട് ഈസ് സിംബയോസിസ്? സ്റ്റേറ്റ് ദ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ലൈക്കൻസ്. ഇതാണ് 2 മാർക്കിന് 2 ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ വാട്ട് ഈസ് സിംബയോസിസ് എന്നുള്ളതിൻ്റെ ആൻസർ, സിംബയോസിസ് ഈസ് എ ക്ലോസ് ഫിസിക്കൽ അസോസിയേഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ് ഓഫ് എ പെയർ ഓഫ് സ്പീഷീസ്. ഒരു പെയർ ഓഫ് സ്പീഷീസ് തമ്മിലുള്ള ഫിസിക്കൽ അസോസിയേഷനെയാണ് നമ്മൾ സിംബയോസിസ് എന്ന് വിളിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ലൈക്കൻസ്. ലൈക്കൻസിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ലിറ്റ്മസ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം എ ലൈക്കൺ. ലിറ്റ്മസ് എന്ന് പറയുന്ന വസ്തു നമ്മൾ ഒരു ടൈപ്പ് ലൈക്കൺ എന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ റോസല്ല മോണ്ടേഗിനി ലൈക്കൺ ഈസ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് യൂസ്നിക് ആസിഡ്. യൂസ്നിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനും നമ്മൾ ഈ ലൈക്കൺ എന്ന് പറയുന്ന സാധനത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 5 കിങ്ഡം അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ് വാസ് ഗിവൺ ബൈ R.H. Whittaker. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് R.H. Whittaker ആണ് ആ അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ സ്റ്റേറ്റ് ദ ക്രൈറ്റീരിയ ഫോളോഡ് ബൈ R.H. Whittaker ഫോർ ഹിസ് ക്ലാസിഫിക്കേഷൻ. R.H. Whittakerൻ്റെ ക്ലാസിഫിക്കേഷന് ആൾ ഉപയോഗിച്ചിട്ടുള്ള ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണെന്നാണ് അതിൻ്റെ ചോദ്യം വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത്, ഒന്നാമത്തെ കോംപ്ലക്സിറ്റി ഓഫ് സ്ട്രക്ചർ ഓഫ് സെൽ, 2 കോംപ്ലക്സിറ്റി ഓഫ് ബോഡി ഓഫ് ഓർഗനൈസേഷൻ, 3ാമത്തേത് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇനി അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, സ്ലൈം മോൾഡ്സ് ഗ്രോ ഇൻ ഡാം പ്ലേസസ്. നനവുള്ള സ്ഥലത്താണ് സ്ലൈം മോൾഡുകൾ വളരുന്നത്. അപ്പോൾ നെയിം ദ വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് താലസ്. താലസിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെജിറ്റേറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ കായിക ഭാഗം. അതിൻ്റെ ആൻസർ വരുന്നത് പ്ലാസ്മോഡിയം. 9ാമത്തെ ക്വസ്റ്റ്യനിലത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് താലസ് എന്നുള്ളതിൻ്റെ ആൻസർ പ്ലാസ്മോഡിയം. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് സ്ലൈം മോൾഡ് എന്നുള്ളതിൻ്റെ ആൻസർ ഫൈസാറാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ഈ പാഠത്തിൽ എന്തെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇടുക, കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് വീഡിയോ ചെയ്യാം. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.